നിയമത്തിൽ നിന്ന് മകളെ രക്ഷിക്കാൻ മകളുടെ കൈയും കാലും തല്ലിയോടിക്കുന്ന ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയെ നമുക്കറിയാം. അതുപോലെ മകളെ നിയമത്തിൽ നിന്ന് രക്ഷിക്കാൻ ED ഉദ്യോഗസ്ഥരുടെ കൈയും കാലും തല്ലിയോടിക്കാൻ ആളെവിടുന്ന റിയൽ ലൈഫ് ജോർജ് കുട്ടി നമുക്കറിയാം. എന്നാൽ അവരെയൊക്കെ കടത്തിവിട്ടിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ട്രംപ് ഇപ്പോൾ രാജ്യസുരക്ഷയുടെ പേരിൽ സ്വന്തം മക്കൾക്ക് ശതകോടികളുടെ ലാഭമുണ്ടാക്കി കൊടുത്ത് കയ്യോടെ പിടിയിലായിരിക്കുകയാണ്. കസാഖ്സ്ഥാനിലെ ലോകത്തിലെ ഏറ്റവും വലിയ ടങ്സ്റ്റൺ ഖനി വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സർക്കാർ അടുത്തിടെ ഒപ്പുവെച്ച 1.6 ബില്യൺ ഡോളറിന്റെ, അതായത് ഏകദേശം 13,000 കോടി രൂപയുടെ കരാറിലാണ് ഇപ്പോൾ വൻ അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ വമ്പൻ സർക്കാർ കരാറിലൂടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മക്കളായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ജൂനിയറിനും എറിക് ട്രംപിനും അതുപോലെ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്കിന്റെ മക്കൾക്കും കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക ലാഭം ലഭിക്കുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, സെമി കണ്ടക്ടറുകൾ എന്നിവ നിർമ്മിക്കാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ലോഹമാണ് ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. ഇതിന്റെ ആഗോള വിപണി ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ചൈനയെ വെട്ടി പ്രതിരോധ രംഗത്ത് അമേരിക്കയ്ക്ക് മുൻതൂക്കം നേടാനാണ് കസാഖ്സ്ഥാനുമായി ഈ തന്ത്രപ്രധാനമായിട്ടുള്ള കരാർ അമേരിക്കൻ സർക്കാർ ഉണ്ടാക്കിയത്. എന്നാൽ രാജ്യസ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ഈ ഇടപാടിന് പിന്നിൽ സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക ലാഭം മാത്രമായിരുന്നു ട്രംപിന്റെയും കൂട്ടരുടെയും ലക്ഷ്യമെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ട്രംപിന്റെയും ലുഡ്നിക്കിന്റെയും മക്കൾക്ക് പങ്കാളിത്തമുള്ള കമ്പനികൾ ഈ പദ്ധതിയുടെ ഓഹരികൾ രഹസ്യമായി സ്വന്തമാക്കുകയായിരുന്നു. 2025 സെപ്റ്റംബറിൽ ന്യൂയോർക്കിലെ ഹോട്ടലിൽ വെച്ച് വാണിജ്യ സെക്രട്ടറി ലുഡ്നിക് കസാഖ്സ്ഥാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുമ്പോൾ ട്രംപ് നേരിട്ട് ഫോണിൽ വിളിച്ച് ഈ കരാറിന് അനുകൂലമായി നിലപാടെടുക്കാൻ നിർബന്ധിച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപ് ടവറിൽ പ്രവർത്തിക്കുന്ന ട്രംപിന്റെ മക്കളുടെ കമ്പനിയായിട്ടുള്ള ഡോമിനാരി സെക്യൂരിറ്റീസ് ഈ പ്രൊജക്ടിന്റെ ഓഹരികൾ വാങ്ങിക്കൂട്ടിയത്. കൂടാതെ ലുഡ്നിക്കിന്റെ മക്കൾ നടത്തുന്ന കാൻഡർ ഫിറ്റ്സ് ജെറാൾഡ് എന്ന നിക്ഷേപ ബാങ്ക് വഴി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടും ഇതിനായി സ്വരൂപിച്ചു. അതായത് ചൈനയെ നേരിടാനെന്ന പേരിൽ അമേരിക്കൻ നികുതിദായകരുടെ പണം ഉപയോഗിച്ച് സ്വന്തം മക്കൾക്ക് വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു ഇവർ. ഈ ഒരു പദ്ധതിയിൽ മാത്രമല്ല, സർക്കാരിന്റെ പിന്തുണയുള്ള മറ്റ് 14 ഖനന പദ്ധതികളും ഈ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലൂടെ കോടിക്കണക്കിന് ഡോളറിന്റെ സർക്കാർ ഫണ്ടാണ് ഇവരുടെ പോക്കറ്റിലേക്ക് പോകുന്നത്. വലിയ ദേശസ്നേഹവും അമേരിക്ക ഫസ്റ്റ് നയവും പ്രസംഗിക്കുന്ന ട്രംപിന്റെ തനി നിറമാണ് ഇവിടെ പുറത്തു വരുന്നത്. പലർക്കും സ്വന്തം കുടുംബത്തെ പോറ്റാനുള്ള വെറുമൊരു കച്ചവടം മാത്രമാണ് രാഷ്ട്രീയം. അതിൽ അമേരിക്കയും വലിയ മെച്ചമൊന്നുമില്ല. ജസ്റ്റിസ് സിസ്റ്റമാണ്.